ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. മാത്രമല്ല ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ബാച്ചിലേഴ്സായിട്ട് നിൽക്കുന്നവർക്കും അതേപോലെ തന്നെ വർക്കിംഗ് വുമൻസിനും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുക്കർ അടുപ്പത്തേക്ക് വെക്കുക. അതിന് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ശേഷം 2 സവാള മതി. അത് നമ്മൾ അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിൽ ഒരു 2-3 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായി പേസ്റ്റ് ആക്കിയതിന് ശേഷം അതും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സോൾട്ട്, ഈ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 2 സവാളയ്ക്ക് ആകെ ഒരു തക്കാളിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. നന്നായി ചോപ്പ് ചെയ്തിട്ട് അതും നന്നായി വഴറ്റുക. ഇതെല്ലാം നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പൊതുവേ എല്ലാ ചിക്കൻ കറിയിലും നമ്മൾ യൂസ് ചെയ്യുക മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല അതൊക്കെ ആഡ് ചെയ്യും. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ആകെ മഞ്ഞൾപ്പൊടിയും അറബിക് മസാലയും യൂസ് ചെയ്തിട്ടാണ്. പൊതുവേ ഈ അറബിക് മസാല ഇടുമ്പോൾ തന്നെ നമുക്ക് പിന്നെ പെപ്പർ പൗഡറിൻ്റെയും എക്സ്ട്രാ ഗരം മസാലയുടെയും ചിക്കൻ മസാലയുടെയും ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതാണ് അത് ഇട്ടിട്ടാണ് നമ്മളിന്ന് ബിരിയാണി വയ്ക്കുന്നത്. അപ്പോൾ അറബിക് മസാലയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഇത്രയാണ് നമ്മൾ മസാല ആയിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മളിവിടെ ഇന്ന് യൂസ് ചെയ്യുന്നത് ബസുമതി റൈസാണ്. അപ്പം ഞാൻ 2 പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് ബസുമതിക്ക് 3 ഗ്ലാസ് വെള്ളം, അതായത് ഒരു ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളം എന്ന രീതിക്ക് വാട്ടർ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എത്രയാണോ വെള്ളം ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വെള്ളം ഈ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന പേസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടിട്ട് 2 വിസിലടുപ്പിക്കുക. അതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് ആവി കളഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ബസുമതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ 1 വിസിലടിക്കുക. റൈസ് ആഡ് ചെയ്തതിന് ശേഷം 1 വിസിൽ മതി. അപ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ അതിൽ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു, ബൈ.